ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒമ്പതാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ ലിസ്റ്റിൽ വന്ന 8 പേർക്ക് കിട്ടിയ വോട്ട് നിലവാരം ഇവിടെ പരിശോധിക്കുകയാണ്. ഇത് ഇന്ന് ഒക്ടോബർ 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിവരെയുള്ള കണക്കാണ്. ഇതനുസരിച്ച് നമുക്കറിയാം നമ്മുടെ വോട്ടിംഗ് ലിസ്റ്റിൽ ഏകദേശം 8 പേരോളമാണ് ഇത്തവണ ഉള്ളത്. അനുമോളുണ്ട്, നൂറയുണ്ട്, ലക്ഷ്മി, ജിസേൽ, ഇവരെല്ലാവരും ഉണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ ലിസ്റ്റാണ്. ആ സ്ട്രോങ് ആയിട്ടുള്ള എവിക്ഷൻ ലിസ്റ്റിൽ 1-ാം സ്ഥാനം തുടരുന്നത് നമ്മുടെ അനുമോളാണ്. അനുമോൾ കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറയുമ്പോൾ 34,600 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. കാര്യം അനുമോൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലി സപ്പോർട്ടും കുടുംബ പ്രേക്ഷകരുടെ സ്വീകാര്യതയും ഉണ്ട് എന്നതിന് തെളിവാണ് ഇത്രയും വോട്ട് കിട്ടാനുള്ള കാര്യം. 2-ാം സ്ഥാനത്തുള്ള നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത് 27,600 വോട്ടാണ്. നൂറയും ഈ പറഞ്ഞ പോലെ അനുമോൾക്ക് ശക്തമായ രീതിയിലുള്ള കോമ്പറ്റീഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നൂറയ്ക്ക് ഈ പറഞ്ഞ പോലെ ശക്തമായ രീതിയിലുള്ള പ്രേക്ഷക പിന്തുണ ഉണ്ട് എന്ന് വ്യക്തമാവുകയാണ് 27,600 വോട്ടുകളോടെ. 3-ാം സ്ഥാനത്തുള്ള ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 25,000 ലക്ഷ്മിയും ഈ പറഞ്ഞതുപോലെ വന്ന ആഴ്ചകളിൽ നമ്മുടെ LGBTQ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂവിലൊക്കെ നിലപാട് വ്യക്തമാക്കിയതിൻ്റെ ഫലമായിട്ട് കിട്ടിയ ഫാൻസ് ഇപ്പോഴും അതേപോലെ നിലനിർത്തുന്നു എന്നതിന് തെളിവാണ് ലക്ഷ്മി കിട്ടിയിരിക്കുന്ന 25,000 വോട്ട് സൂചിപ്പിക്കുന്നത്. 4-ാം സ്ഥാനത്തുള്ള ജിസേലിന് കിട്ടിയിരിക്കുന്നത് 23,400 വോട്ടാണ്. ജിസേൽ നല്ലൊരു മത്സരാർത്ഥിയാണെങ്കിൽ പോലും ഈ ആര്യനുമായിട്ടുള്ള കോംബോ പിടിച്ച് നടന്നത് ജിസേലിന് നെഗറ്റീവായിട്ട് മാറി. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടി കയറി വരാൻ പോസിബിലിറ്റി ഉള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു നമ്മുടെ ജിസേലിന് ഇപ്പോൾ 4-ാം സ്ഥാനത്താണ് ഉള്ളത്. 5-ാം സ്ഥാനത്തുള്ള നെവിന് കിട്ടിയിരിക്കുന്നത് 22,000 വോട്ടാണ്. നെവിന് പ്രത്യേകിച്ച് ആർമി ഫാൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ആളൊരു എൻ്റർടൈനർ ആയതുകൊണ്ട് തന്നെ ന്യൂട്രലായിട്ടുള്ള ഒരുപാട് ഫാൻസ് ഉണ്ട് എന്നത് ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നെവിൻ ഇപ്പോൾ 22,000 വോട്ടുകൾ നേടി 5-ാം സ്ഥാനത്ത് തുടരുന്നത്. 6-ാം സ്ഥാനത്തുള്ള ആദിലേക്ക് കിട്ടിയിരിക്കുന്നത് 20,100 വോട്ടാണ്. ആദില ഡേഞ്ചർ സോണാണ്. കാര്യം നൂറ കൂടി ഇത്തവണ എലിമിനേഷന് വന്നതുകൊണ്ട് നൂറയുടെയും ആദിലയുടെയും വോട്ടെല്ലാം സ്പ്ലിറ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നൂറയ്ക്ക് കുറച്ച് കൂടുതൽ വോട്ട് കിട്ടുന്നുണ്ട്, ആദിലേക്ക് കുറവ് വോട്ട് കിട്ടുന്നുണ്ട്. 7-ാം സ്ഥാനത്തുള്ള ആകാശ് സാബുമാന് കിട്ടിയിരിക്കുന്ന വോട്ട് 17,800 വോട്ടാണ്. ആകാശ് സാബുമാൻ പ്രത്യേകിച്ച് വലിയ കണ്ടൻറ്റൊന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും വന്ന ആഴ്ചകളിൽ ഭയങ്കരമായിട്ടുള്ള കണ്ടൻറ്റ് കുറവും ഒന്നും പ്രതികരിക്കാതിരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ആദ്യമേ മടുത്തുപോയ ഒരു വ്യക്തിയാണ് സാബുമാൻ. ഏറ്റവും അവസാന സ്ഥാനത്തുള്ള ഒനിയൽ സാബു, 8-ാം സ്ഥാനത്തുള്ള സാബുവിന് കിട്ടിയിരിക്കുന്നത് 15,400 വോട്ടാണ്. ഈ ആഴ്ച എവിക്ഷൻ നടക്കുകയാണെങ്കിൽ പുറത്ത് പോകാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി ഉള്ള ഒരു മത്സരാർത്ഥി കൂടിയാണ് നമ്മുടെ ഒനിയൽ സാബുവിന് 15,400 വോട്ടുകൾ മാത്രമേ ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ വാശിയേറിയ ഒരു എവിക്ഷൻ പോരാട്ടത്തിൽ നമ്മുടെ അനുമോളും അതുപോലെ തന്നെ ജിസേലൊക്കെയാണ്, അല്ലെങ്കിൽ ലക്ഷ്മി നൂറയൊക്കെയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അത് ആണുങ്ങൾ ഭരിക്കുന്ന ഒരു എവിക്ഷൻ ലിസ്റ്റിൽ നിന്ന് മാറി ഇത്തവണ പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ് വോട്ടിങ്ങിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന എന്നൊരു പ്രത്യേകത കൂടി ഇത്തവണത്തെ എവിക്ഷനിലുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം അവിടെ നിലനിർത്തുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി അവിടെ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ കയറി അവർക്ക് വോട്ട് ചെയ്യുക, അവരെ അവിടെ നിലനിർത്തുക. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7-മായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് വോട്ടിംഗ് അപ്ഡേറ്റുകൾക്കും എക്സ്ക്ലൂസീവ് ന്യൂസുകൾക്കും വേണ്ടി നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക.